ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ്ങോ ടെക്കോ അങ്ങനത്തെ ഒരു കാര്യമില്ല. വാട്ട് ഈസ് ഇൻസൈഡ് ബാറ്ററിക്കകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉടനെ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പൊളിച്ചു നോക്കാൻ പോകുന്ന ഈ രണ്ട് ബാറ്ററീസ് ആണ് കേട്ടോ. അപ്പോൾ ബാക്കി എൻ്റെ അനിയൻ പറഞ്ഞു തരും. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടോർച്ചിലുള്ള ബാറ്ററിയാണ്. നിങ്ങളുടെ വീട്ടിലെല്ലാം ഒരു എമർജൻസി ലാമ്പൊക്കെ വാങ്ങില്ല, അതിൻ്റെ ചെറുതിലുള്ള ബാറ്ററിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു ബ്ലൂടൂത്തിൽ നിന്ന്, ഒരു പഴയ ബ്ലൂടൂത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇത് രണ്ടിലും ചാർജ് ഡൗൺ ആയതാണ്. ഈ ബ്ലൂടൂത്ത് ആണ് കേട്ടോ. നമ്മൾ സംഭവം ഇതിൽ നിന്ന് കിട്ടിയാണ്. ഇതിൽ നമ്മൾ പുതിയൊരു ബാറ്ററി വെച്ചിട്ടുണ്ട്. സംഭവം ഇത് നമ്മൾ രണ്ടും ഡൗൺ ആയ ബാറ്ററിയാണ്, അല്ലാതെ ചാർജ് ഉള്ള ബാറ്ററി എടുക്കരുത്, കത്തും. പിന്നെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പൊളിച്ചു. ആദ്യം നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. ഗൈസ്, നമുക്കൊന്ന് പൊളിച്ചോ. ആദ്യം നമുക്ക് ഇതിൻ്റെ വയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ കേട്ടോ. കാരണം നമുക്ക് ഈ വയറൊന്നും ഇതിൽ ഇനി ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് എങ്ങനെ ഇളക്കുമെന്നാണ് കൺഫ്യൂഷൻ കേട്ടോ. എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇളക്കാൻ പോകണം കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഡെഡായ ബാറ്ററി മാത്രം, ഞങ്ങൾ ഇങ്ങനത്തെ പരീക്ഷണം ചെയ്യുക ആരുടെടുത്തും പറയുന്നില്ല, ഡെഡായ ബാറ്ററി മാത്രം എടുക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ ഇതൊന്ന് പൊട്ടിച്ചതാ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഇതിനകത്ത് ഗ്യാസ് റിലീസ്, അത് എനിക്ക് ഇത് ശകലം ഇതിനകത്ത് നിന്ന് പ്രഷർ പെട്ടെന്ന് റിലീസ് ആയി കേട്ടോ. ചൂടാവുന്ന നോക്കാം. അങ്ങനെ ചൂടായ കാര്യമൊന്നുമില്ല. അപ്പൊ ബാറ്ററി ഡൗൺ ആയ ബാറ്ററിയാണ്. ചൂടായിട്ട് നമുക്ക് ഇതിന്റെ ഹെഡ് ഒന്ന് ഇളക്കിയിട്ട് ബാക്കി വീഡിയോ ഇടാം, അല്ലെങ്കിൽ ലെങ്ത് കൂടിപ്പോ വീഡിയോ ഇടാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ചെയ്യുന്നവർ ഗ്ലൗസ് ധരിക്കണം, മാസ്കും ധരിക്കണം. ഓക്കെ, ഞങ്ങളിത് ചെയ്യാൻ അങ്ങനെ ആരുടെടുത്തും പറയുന്നില്ല, എന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ മിക്കവരും ഈ സംഭവം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോപ്പറാണോ അലുമിനിയാണോ സംഭവം പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ളായിട്ട് ഇളക്കാം, കാരണം നമുക്ക് രണ്ട് ബാറ്ററി പൊളിച്ച് നോക്കട്ടെ. ഈ സംഭവം കണക്ഷനായിട്ട് വന്നിരിക്കണം കേട്ടോ. നമുക്കപ്പോൾ ഇതിന്റെ കവർ പോർഷൻ ഫുള്ള് നമുക്കൊന്ന് ഇളക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടാൻ ചാൻസ് വരും. അങ്ങനെ നമ്മളിത് പൊളിച്ചെടുത്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടു കേട്ടോ, കാരണം കുറച്ച് പാടുണ്ടായിരുന്നു ഇളക്കാൻ. നമുക്കിനി ഓക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിനകത്തുള്ള കവർ. വേണ്ട, ഇതിനകത്താണ് നമ്മുടെ കണക്ഷൻ വരുന്നത്. ഒരു കണക്ഷൻ ഇവിടെയാണ് കേട്ടോ വരുന്നത്. നല്ല കട്ടിയാണ്. വേണ്ട, ഉളക്കാനൊക്കെ നല്ല പാട്. വേണ്ട, കൈമുറിയും അലുമിനിയം എന്തോ സംഭവമാണ്. അപ്പോൾ ഇത് കൈ സൂക്ഷ്യം കണ്ട്, നിങ്ങൾ ആരും അടുത്ത് ഇളക്കാൻ പറയുന്നില്ല, എന്നാലും സൂക്ഷ്യം കണ്ട് കണ്ടോ. അപ്പൊ ഫസ്റ്റ് ലെയർ കോപ്പറാണ്. ഫസ്റ്റ് ലെയർ കോപ്പർ തിന്നായിട്ടുള്ള പേപ്പർ വരെ, പേപ്പറിനെ കാട്ടിയും തിന്നാണ്. നമ്മളത് ചുമ്മാ വലിച്ചാൽ പേപ്പറിനെ കാട്ടിയും തിന്നാണ്. എന്തായാലും ഒന്ന് നമുക്ക് ഫുള്ള് ഇളക്കി നോക്കാം. ഇതിന്റെ പുറത്തോട്ട് വേറെ കോട്ടി. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ബാറ്ററി ഒന്നും നമ്മൾ ഇളക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. ഇതിന്റെ അടുത്ത് ടേപ്പ് പോലത്തെ പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട്. ഓ, അടിപൊളി. ഷോർട്ട് ആവാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഞാൻ ഈ ബാറ്ററിക്കാണ് നമ്മൾ കണ്ടിട്ടില്ല. കണ്ടോ, അടിപൊളിയായിട്ട്. അലുമിനിയം. ഇത് ചാർജ് ഉള്ളതാണെങ്കിൽ ഈ കറുപ്പും വേറൊരു സംഭവം കൂടി കൂട്ടിമുട്ടിയാ ഷോർട്ട് ആവുന്നതായിരിക്കും. നമ്മുടെ അലുമിനിയം. അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് നമുക്ക് തുറക്കാൻ കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, സോറി, ഞാൻ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഇത് നമ്മുടെ കോപ്പറാണ്. ഞാൻ അലുമിനിയം എന്നാണ് പറഞ്ഞത്, അതിന് ക്ഷമിക്കണം. കോപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ കോപ്പർ ഇത് ഒരു പേപ്പർ പോലെ നമുക്ക് ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പൊടിഞ്ഞു പോകുന്ന ഇത് കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് മടക്കിയാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത്. പേപ്പർ തന്നെ. ഓക്കെ, അപ്പൊ ഇത്ര ലെങ്തി ആയിട്ടുള്ളൊരു കോപ്പറിന്റെ പേപ്പറാണ്. ഇനി ഈ സംഭവം ഇത് എന്നതാണ് പ്ലാസ്റ്റിക് പിടിയില്ല. പ്ലാസ്റ്റിക് കവറിനകത്ത് കറുത്ത സംഭവം. ഇതും ഈ കോപ്പറുമായിട്ട് തട്ടിയ ഷോർട്ട്. എനിക്ക് തോന്നുന്നു ഇത് സിങ്ക് ആയിരിക്കും. സിങ്ക് എന്നുണ്ട് ഗൈസ്. ബ്ലാക്ക് സിങ്ക് ആവാനേ ചാൻസ് ഉള്ളൂ. സിങ്ക് ആയിരിക്കും ഇത്. ഓക്കെ, കോപ്പർ ആണെന്ന് തോന്നുന്നു ഗൈസ്. നെഗറ്റീവ് പോസിറ്റീവ് എനിക്കാണ്. പോസിറ്റീവ് ഈ കോപ്പറും, നെഗറ്റീവ്
സിങ്കും ആയിരിക്കും. അപ്പൊ ഇത് അങ്ങനെ ആവാനാണ് ചാൻസ്. സംഭവമാണെന്ന് അറിയില്ല. ഒരു ബ്ലാക്ക് കളറിലെ പേപ്പർ. ഇതിനകത്ത് തണുപ്പുണ്ട്. ഇതിനകത്ത് സിങ്കിന്റെ ഫോയിലാണ്. നല്ല തണുപ്പുണ്ട്. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് കീറിയൊക്കെ പോരും കേട്ടോ. അപ്പൊ നമുക്കിനി ലെങ്തി ആക്കുന്നില്ല. ഈ ഒരു കറുത്ത പേപ്പറും കൂടി. അപ്പൊ ഇതിനകത്തുള്ള സംഭവങ്ങൾ ഇതുപോലത്തെ ഒരു പേപ്പർ, നമ്മുടെ കോപ്പറും സിങ്കും, ഈ സംഭവങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ള. ഇനി നമുക്ക് ഇതൊന്ന് പൊളിച്ചു നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഒരു ബാറ്ററി മാറ്റാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഈ ബാറ്ററിയാണ് നമ്മൾ ഇളക്കി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലസും മൈനസും. നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. ഈ ക്യാപ്പ് ഒന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ബാറ്ററി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ എമർജൻസി ലാമ്പായാലും ടോർച്ചായാലും അതിനകത്തൊക്കെ കാണുന്ന ഒരു ബാറ്ററിയാണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള 2 റബ്ബർ ക്യാപ്പാണ് കേട്ടോ. ഇത് ഉപയോഗമുള്ള ബാറ്ററി ആണെങ്കിൽ ഈ റബ്ബർ ക്യാപ്പ് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ വർക്കാവില്ല. നമുക്ക് ഒരു കാര്യമാണ്, നമുക്ക് ഈ ബാറ്ററി ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം. കാരണം ഒന്ന് കുലുക്കിയാൽ ഇതിനകത്ത് കുലുങ്ങും. അപ്പം നിങ്ങൾ ഇതേപോലത്തെ പഴയ ബാറ്ററി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കുലുങ്ങണമെങ്കിൽ പോയ ബാറ്ററിയാണ്. അല്ലെങ്കിൽ ചാർജ് ചെയ്ത് നമുക്ക് എടുക്കാനേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്. ഇത് 2 റബ്ബർ ക്യാപ്പാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഇവിടെ ഒന്ന് പൊളിക്കണം കേട്ടോ. നൈസിന് നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോഴ് നമുക്കിതൊന്ന് പൊളിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ഒറ്റ അടി കൊടുത്തപ്പോൾ എല്ലാം കൂടി തകർന്നു പോയി. നമ്മൾ ഇവിടെ വെച്ച് ചെറിയൊരു അടി കൊടുത്തേണം. അപ്പോൾ നമുക്ക് അപ്പം ഇതേപോലത്തെ 2 ഇതാണ് സെക്ഷൻ ആയിട്ട്, നമുക്ക് 2 സെക്ഷൻ ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു സൈഡിൽ പഞ്ഞിയും നടുക്ക് പിന്നെ ഒരു ഇരുമ്പ് കമ്പിയും, അപ്പുറത്തും അതേപോലെ ഇരുമ്പ് കമ്പിയും പിന്നെ പ്ലാസ്റ്റിക്കും. ഇതെന്തോ ഒരു മെറ്റൽ പോലത്തെ ഒരു സംഭവമാണ്. എന്തോ നമുക്ക് നോക്കാം. ഇതൊരു പഞ്ഞിയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എന്തോ സംഭവങ്ങൾ എന്തോ പോലത്തെ സംഭവം ഉണ്ട്. നിറച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ വെള്ളം നനവാണ് കേട്ടോ ഇതിന്റെ ആസിഡ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആസിഡ് എല്ലാം പുറത്ത് പോയി. നമ്മൾ പറഞ്ഞ ഈ ഹോള് വഴി ചോദിക്കുമ്പോൾ ഒരു സൈഡിലാവും, ഇപ്പുറത്തെ ഹോളിൽ ചോദിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലും ഫില്ലാവും. എന്തോ കെമിക്കലാണ് കേട്ടോ. ഇതെന്താണ് നമുക്ക് സംഭവം ഇതിനകത്തുള്ള ഒരു പേരും കാര്യങ്ങളും നമുക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ മെറ്റൽ പീസ് തകിട് പൊടിയായി കിടക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡാമേജിന്റെ കാരണം. അപ്പൊ ഇത് കുറെ വർഷം കൊണ്ടിരിക്കുന്ന ബാറ്ററിയാണ് നമ്മളിതിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഇരുമ്പ് പീസുകളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ഇളക്കി കാണിച്ചില്ല. ഒരു ഗ്രീസ് പോലത്തെ സംഭവം ഇളകി വരണതാണ്. കണ്ടില്ലേ ഞാൻ കാണിച്ചു കൊടുത്ത കെമിക്കല്. വെള്ളം പോലെ വരികയാണ്. കണ്ട വെള്ളം പോലെ അതിൽ വരുന്നുണ്ട്. ക്യാമറയിൽ ഒരു മിനിറ്റ് ഫോക്കസ് പിടിച്ചോട്ടെ. ഓക്കെ കണ്ട വെള്ളം പോലെ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും പൊളിച്ചു പോകല്ലേ നമ്മൾ പറയുന്നില്ല. കെമിക്കൽ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ഈ ബാറ്ററിക്കകത്താലോ നമ്മൾ നേരത്തെ പൊളിച്ച ബാറ്ററിക്കകത്താലോ നമ്മളൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ പൊളിച്ച് നോക്കിയിട്ടുമില്ല. ഇതൊരു പഞ്ഞിയാണ് കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. ഞാൻ പറഞ്ഞ സാധനം മെറ്റൽ പോലത്തെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം നല്ല കട്ടിയുള്ള മെറ്റൽ പീസാണ് തോന്നുന്നത്. അത്ര കട്ടിയൊന്നും ഇല്ല, എന്നാലും മെറ്റൽ തന്നെ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ പടക്കപ്പൊടി പോലത്തെ കളറിലുള്ള കുറെ കെമിക്കൽ ഉണ്ടാ. ഒരു അറയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ സെക്ഷനായിട്ട് നമുക്ക് സംഭവം ഇതിനകത്ത് എന്തൊക്കെ കെമിക്കലാണ് അവർ നിറച്ചിരിക്കുന്നത്. ഇതിനു മുമ്പേ ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഇതിനകത്ത് എന്ത് കെമിക്കലാണ് നിറയ്ക്കുന്നത്, എന്ത് ആസിഡാണ് ഒഴിക്കുന്നത് എന്നൊന്നും നമുക്ക് വലിയ പിടിയില്ല. നമ്മളെല്ലാവരും യൂട്യൂബ് കണ്ടാണ് ഇതിന്റെ വലിയ ബാറ്ററിക്കകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കാറിലൊക്കെ ഇരിക്കുന്ന ലോറിയിലൊക്കെ ഇരിക്കുന്ന ഇതേപോലത്തെ ബാറ്ററിയാണ്. പക്ഷെ അതിന്റെ വലുത് അതിനകത്ത് നടക്കുന്ന പ്രോസസ് തന്നെ ഇതിനകത്ത് നടക്കുന്നത്. അതിന്റെ ചെറിയ ബാറ്ററി എന്ന് നമുക്ക് പറയാം. അപ്പൊ അതെ 1 2 ഇവിടെ 2 പീസ് ഉണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നല്ല, ഇവിടെ കുഞ്ഞാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 12 എണ്ണം ഉണ്ട് കേട്ടോ. സംഭവം എന്തിനാണ് ഇങ്ങനത്തെ ഹോൾ ഇട്ടേക്കണേന്ന് വലിയ പിടിയില്ല. അതുപോലെ തന്നെ അത് ഇപ്പുറത്തും ഉണ്ട്. വേണ്ട അതുപോലത്തെ മെറ്റൽ പീസ് ഇത് ഇപ്പുറത്തും ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഒരു പഞ്ഞിയുണ്ട്. ആ സംഭവങ്ങളൊക്കെയാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. കയ്യിലൊക്കെ നല്ല പറ്റി പിടിക്കുന്നത്. ഇത് നല്ല വാഷ് ചെയ്തിട്ട് വേണം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി. നടുക്ക് എന്തിനൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. എന്തിനാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ സംഭവം തന്നെ അതും അതേപോലെ നമ്മൾ കാണിച്ചു കൊടുത്ത് തന്നെ ഇതും. അപ്പൊ എന്തായാലും കാണിക്കാൻ ഇനി നിൽക്കുന്നില്ല. എന്തായാലും
ഇതുപോലത്തെ സംഭവമാണ് ഇത്. വേറെ ഒന്നും പഞ്ഞി, ഇത് വെറും പഞ്ഞിയാണ് കേട്ടോ. ഇനി ഇതിനകത്തൊന്നുമില്ല, വേറെ എംറ്റി. അപ്പൊ ഇത്രയും നമുക്ക് ഇനി ഔട്ടർ ഓയിൽ കാണാം. അപ്പൊ കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പൊ നമുക്കിനി ഔട്ടർ ഓയിൽ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു കാണും ബാറ്ററിക്കകത്ത് എന്തൊക്കെ സംഭവമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് എന്നൊക്കെ നിങ്ങൾ കണ്ടു കാണും. നമ്മളും അപ്പോൾ ഇതിനു മുമ്പ് ഈ ബാറ്ററി ഒന്നും ഇങ്ങനെ ഇളക്കിയിട്ടില്ല. പിന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കും അതിനകത്ത് എന്തൊക്കെ കാണാനെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിന് നല്ല വീഡിയോസുമായി ഇനിയും കാണുന്ന പ്രതീക്ഷ. ഇറ്റ്സ് മീ എബിൻ ജെയിൻ ആൻഡ് ഫെബിൻ ജെയിൻ സൈനിങ് ഔട്ട്.